പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി ഒളിവിൽ പോയ അർജുൻ ആയിങ്കെ ഒടുവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. കണ്ണൂരിൽ അഭിഭാഷകയായ ഡെലീറ്റയുടെ ഫ്ളാറ്റിൽ നിന്നാണ് പിടിയിലായത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. പുലർച്ചെ 2:30 കസ്റ്റഡിയിലെടുത്തത്. ആയിങ്കയെ കോതമംഗലം പോലീസിന് ഉടൻ കൈമാറാനാണ് നീക്കം. ഇയാളുടെ ഇളയ സഹോദരൻ അജയ് ആയിങ്കയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കീഴടങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അറസ്റ്റ് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. അഭിഭാഷകയുടെ വീട്ടിലെത്തി അതിനുള്ള നടപടിക്രമങ്ങൾ നീക്കുന്നതിനിടയിലാണ് നിർണായകമായ നീക്കം ഉണ്ടാവുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളും അർജുൻ ആയിങ്കയെ പിടികൂടുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ഞങ്ങളിതിനെ കാണുന്നത് ഒരു ആയെങ്കിൽ മാത്രമല്ല, ഒരു ഗുണ്ടക്ക് ഇത്തരത്തിലുള്ള വെല്ലുവിളിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാകാൻ പാടില്ല. ഒരു ആയങ്കിയെ പിടിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടാ പ്രവർത്തനം ആരെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നിയമപരമായ നടപടി കൂടിയാണ്. ഇന്നലെ തന്നെ ഞങ്ങളെല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇന്നലെ രാത്രി ഒരു 10 മണിയാകുമ്പോഴേക്ക് തന്നെ ഏകദേശം 55 പേരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ ആയങ്കിയുടെ കൂട്ടാളികളുണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും അതിൻ്റെ കൂടുതൽ കണക്ക് കിട്ടും. കൂടുതൽ പേര് കസ്റ്റഡിയിലായിരുന്നു. 100 പേരെങ്കിലും മൊത്തത്തിലായിട്ടുണ്ടാവുന്ന കണക്കാണ്. മാത്രമല്ല, ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ചില റീൽ ഹീറോസായിട്ടും ബർത്ത്ഡേ പാർട്ടികൾ ആഘോഷിക്കുകയും വാളുകൊണ്ട് ഈ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ വലിയ ഷോ നടക്കുന്ന ആളുകൾ, അവരുടെ ആ ഷോ ഇന്ന് ഇതോടുകൂടി അവസാനിക്കുന്നതായിരിക്കും. ഇതിൽ ഞങ്ങൾക്ക് ചില വ്യക്തമായ ഇൻഫർമേഷൻ ഉണ്ട്. ഇതിൻ്റെ ചില ഗുണ്ടകളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ചില സ്പോൺസേഴ്സിൻ്റെ ആണ്. അർജുൻ ആയിങ്കി അപ്പാർട്ട്മെന്റിൽ എത്തിയെന്ന് സംശയിക്കുന്ന കാറിന്റെ CCTV ദൃശ്യങ്ങളും ന്യൂസ് 8 ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 3:45 അപ്പാർട്ട്മെന്റിൽ എത്തിയത്. ചുവപ്പ് കാറിലാണ് ആയിങ്കി എത്തിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന് ഇതുവരെ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ആയിങ്കയെ പിടികൂടുന്നത് പോലീസിനും ഒരു അഭിമാന പ്രശ്നമായിരുന്നു. അത് SP വിജയൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി പ്രകടമാവുന്നുണ്ട് എന്നതാണ് സാഹചര്യം. എന്തായാലും എന്താണ് പോലീസിൻ്റെ ഇനിയുള്ള നീക്കം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. KV ബൈജു നമുക്കൊപ്പമുണ്ട്. ബൈജു, ഈ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ഇട്ടുകൊണ്ട് നടത്തിയിരുന്ന ഈ അർജുൻ ആയിങ്കി എങ്ങനെ ട്രാവൽ ചെയ്ത് കണ്ണൂർ വരെ എത്തി എന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പോലീസിലെ ആരെങ്കിലും സഹായമുണ്ടായിരുന്നു എന്ന മറ്റു വിഷയങ്ങളുമുണ്ട്. എന്താണ് പോലീസിന് ഇതുവരെ ഈ ആയിങ്കിയുടെ നീക്കം സംബന്ധിച്ച് ലഭിച്ച വിവരങ്ങൾ? ഇനി എന്താണ് പോലീസിൻ്റെ അടുത്ത നടപടി? ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ അർജുൻ ആയിങ്കയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. അതായത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ അവഹേളിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടു, ഭീഷണിപ്പെടുത്തി, ഇങ്ങനെയുള്ള കുറ്റത്തിനാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും അതിൽ ജാമ്യം ലഭിക്കുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും എറണാകുളം പോലീസിന് കൈമാറാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഒരു കൊടും ക്രിമിനൽ, അതായത് കൊട്ടേഷൻ സംഘങ്ങൾ, സ്വർണം പൊട്ടിക്കൽ, അതോടൊപ്പം ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ വെല്ലുവിളിച്ച് നടക്കുന്ന ഒരു ക്രിമിനൽ, ആ ക്രിമിനൽ ഇത്രത്തോളം സഹായം ചെയ്ത് ആര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഇന്നലെ 3:45 കൂടിയാണ് കണ്ണൂരിലെ പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഈ അഡ്വക്കേറ്റിനെ, അഭിഭാഷകയുടെ ഇവരുടെ സുഹൃത്തു കൂടിയാണ് ഈ അഭിഭാഷക, അവരുടെ ആ ഫ്ളാറ്റിലേക്ക് എത്തുന്നു. പക്ഷേ പിന്നീട് പോലീസ് പിടികൂടുന്നതാകട്ടെ പുലർച്ചെ 1:25 ഈ 9 മണിക്കൂർ ഈ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിലായിരുന്നു ഈ അർജുൻ ആയിങ്കി കഴിഞ്ഞിരുന്നത്. നേരത്തെ തളിപ്പറമ്പിലെ ഒരു ചെറിയ ലോഡ്ജിലായിരുന്നു അർജുൻ ആയിങ്കി താമസിച്ചിരുന്നത്. പക്ഷേ അവിടെ അർജുൻ ആയിങ്കി താമസിക്കുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിക്കുന്നു. പക്ഷേ ആ വിവരം അർജുൻ ആയിങ്കി ലഭിക്കുന്നു. അതോടുകൂടി അർജുൻ ആയിങ്കി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. നേരെ പയ്യന്നൂർ ഭാഗത്തേക്കാണ് ഒരു ഓട്ടോയിൽ പോകുന്നത്. പോലീസ് പിടികൂടാതിരിക്കാൻ വേണ്ടി തന്നെ ഏതെങ്കിലും തരത്തിൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ ഈ ഓട്ടോ ഡ്രൈവറുടെ ഫോൺ അർജുൻ ആയിങ്കി വാങ്ങുന്നു. ആ ഫോണിൽ നിന്നും ഇയാളുടെ ഒരു സുഹൃത്തിനെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ആ കാറിലാണ് കണ്ണൂരിലേക്ക് ഇയാളെത്തുന്ന ഒരു ചുവന്ന കാറാണ്. ആ കാറിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതോടൊപ്പം പോലീസ് ഈ ഫ്ളാറ്റിലെത്തുന്ന ദൃശ്യങ്ങളും ന്യൂസ് 18 പുറത്തുവിടുന്നുണ്ട്. അങ്ങനെ ഈ അർജുൻ ആയിങ്കെ വലിയ തോതിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് ഉണ്ടാക്കി, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് ഉണ്ടാക്കി. കഴിഞ്ഞ 48 മണിക്കൂറോളം കണ്ണൂർ പോലീസ് അർജുൻ ആയിങ്കിക്കായി മുക്കും മൂലയും അരിച്ചു പറക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷെ കണ്ടെത്താൻ സാധിച്ചില്ല, പിടികൂടാൻ സാധിച്ചില്ല. ഓരോ തവണ അർജുൻ ആയിങ്കി
നായികിയുടെ സ്ഥലം കൃത്യമായി പോലീസ് കണ്ടെത്തുമ്പോഴും അത് കൃത്യമായി അർജുൻ നായികിക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ അവിടെ നിന്നും മാറുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിലായി വളപട്ടണം പോലീസ് 8 പേരെ, ഇയാളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന 8 പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. അവരെ ചോദ്യം ചെയ്യുന്നു. കൂടുതൽ ചെയ്തതിലൂടെയാണ് കണ്ണൂരിൽ തന്നെ അർജുൻ നായികി ഉണ്ട് എന്ന വിവരം പോലീസിന് പിന്നീട് ലഭിക്കുന്നു. അങ്ങനെ ഇന്നലെ രാത്രി സംയുക്തമായി, അതായത് കണ്ണൂർ റൂറൽ പോലീസും കണ്ണൂർ ടൗൺ പോലീസും സിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം സംയുക്തമായി നടത്തിയ ഒരു തെരച്ചിലാണ് ഒടുവിൽ അർജുൻ നായകി പിടിയിലാകുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനം, പിടിയിലാകുമ്പോഴും പരിഹാസവും വെല്ലുവിളിയുമാണ് അർജുൻ നായകിയുടെ ഭാഗത്തുണ്ടാകുന്നത്. കടലിൽ പോയവരെ കണ്ടെത്തിയോ എന്ന തരത്തിലൊക്കെ പരാമർശം നടത്തുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനം. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടു എന്ന ഒരു സൈബർ കുറ്റത്തിനാണ് ഇപ്പോൾ കണ്ണൂർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കോതമംഗലം പോലീസിന് കൈമാറും. ഇതിൽ നമുക്കറിയാം സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഒരു പ്രതിക്ക് പരിരക്ഷ നൽകുന്ന രീതിയിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അത്തരം കാര്യങ്ങളുണ്ട്. ഏതായാലും അതിലൊക്കെ നടപടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കോതമംഗലം പോലീസിന് അർജുൻ നായകിയെ കൈമാറുക. എന്നാലും ഇനി ഒരുപാട് കാര്യങ്ങൾ പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യം ഇവിടെയാണ് ഇപ്പോൾ അർജുൻ നായകിയെ ചോദ്യം ചെയ്തിട്ടുള്ളത്. പ്രധാനമായി ആരാണ് ഇയാൾക്ക് സഹായം ചെയ്തു കൊടുത്തത്, ഇത്തരത്തിൽ ഒളിവിൽ കഴിയാൻ, ഇത്തരത്തിൽ യാത്ര ചെയ്യാനൊക്കെ സഹായം ചെയ്തത് ആരാണ്, അതാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും ചോദിച്ചറിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കോടതിയിൽ അർജുൻ നായകിയെ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ചൈത്യ, അല്പസമയത്തിനുള്ളിൽ ഹാജരാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. അർജുൻ നായികയെ ഉടൻ തന്നെ റിമാൻഡ് ചെയ്യും, പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അടുത്ത നീക്കം എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ബൈജു, ഒരു പ്രധാനപ്പെട്ട കാര്യം, അർജുൻ നായികി എങ്ങനെ കണ്ണൂർ എത്തിയെന്ന ചോദ്യമാണ്. കാരണം പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് സർക്കാരിനെ ചോദ്യം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രതി, ഒരു ഗുണ്ട സംസ്ഥാനത്തിനകത്തുകൂടിയാണ് സഞ്ചരിച്ചതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. താൻ തൃശ്ശൂരിലുണ്ട്, മരച്ചുവട്ടിലുണ്ട്, അങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുകയാണ്. ഇത് സോഷ്യൽ മീഡിയ മറ്റാരും നിയന്ത്രിച്ചാൽ പോലും ഈ അർജുൻ നായകിയുടെ നീക്കങ്ങളെല്ലാം കേരളത്തിനകത്തുകൂടിയായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ സാധിച്ചു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ പുറത്തു വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതല്ലേ? അതായത് ആരൊക്കെയാണ് ഇത്തരം ക്രിമിനൽസിന് ഇപ്പോഴും സഹായം ചെയ്യുന്നവർ പോലീസിനകത്ത് എന്ന ചോദ്യത്തിന് കൂടി ഉത്തരവുണ്ടാവണ്ടേ? തീർച്ചയായും പോലീസ് ഇപ്പോൾ ചെയ്തതാണ്. പ്രധാനമായും ആരാണ് ഇയാൾക്ക് ഇത്തരത്തിൽ പോലീസ് സംവിധാനങ്ങളുടെ നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് ഇത്തരത്തിൽ ഒളിച്ചു താമസിക്കാനൊക്കെ സഹായം നൽകിയത് ആര്, അതാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യാനാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അർജുൻ നായകി ഇത്തരം കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഈ പ്രധാനമായും അറിയേണ്ടത് ഇത് തന്നെയാണ്, ആരാണ് ഇയാൾക്ക് ഇത്തരം സഹായം ചെയ്തു കൊടുത്തത്. കാരണം എറണാകുളത്ത് നിന്നും റോഡ് മാർഗം കാറിലൂടെ ഇങ്ങനെ വരുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ ആരാണ് സഹായം ചെയ്തു കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത് ഏതായാലും നിർണായക ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം പോലീസിന്റെ വിശദമായ ഒരു വാർത്താ സമ്മേളനവും പ്രതീക്ഷിക്കുന്നുണ്ട്. വിശദമായ കാര്യങ്ങൾ വിവരിക്കാമെന്നാണ് DIG ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഓരോ മണിക്കൂർ ഇടവിട്ടും ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അർജുൻ നായകിയെ പിടികൂടണമെന്ന് തന്നെയാണ് പോലീസ് അത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ കൃത്യമായ സഹായം, അതോടൊപ്പം പോലീസിൽ നിന്ന് തന്നെ അർജുൻ നായകിക്ക് ഇത്തരം വിവരങ്ങൾ, രഹസ്യമായി ഇയാൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ പോലീസ് കണ്ടെത്തുമ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നതും, അതുപോലെ തന്നെ പോലീസിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടോ, അത് മറ്റു സുഹൃത്തുക്കൾ ആരാണ്, കൊട്ടേഷൻ സംഘങ്ങളുണ്ട്. ഇയാൾക്ക് ഒരുപാട് സുഹൃത്ത് വലയങ്ങളുണ്ട്. നമുക്കറിയാം ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങളാകട്ടെ അങ്ങനെ ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ ഉള്ള ഒരാളാണ്. ഇയാളുടെ ഓരോ പോസ്റ്റിനും അനുകൂലിച്ചു പോലും ആളുകൾ പ്രതികരിക്കുന്ന സാഹചര്യം ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സഹായം ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇയാളുടെ ഒരു സുഹൃത്താണ് ഇങ്ങനെ ഇവിടെ കണ്ണൂരിലേക്ക് അഭിഭാഷകയുടെ അടുത്തേക്ക് എത്തുന്നത്. അഭിഭാഷകയുടെ വീട്ടിൽ മണിക്കൂറുകളോളം ഇയാൾ ഇവിടെ താമസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് എത്തുമ്പോൾ ഈ വാതിൽ തുറന്നത് അർജുൻ നായകി തന്നെയാണ്. അപ്പോൾ രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴേക്കും വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയായിരുന്നു ഇയാൾ പിടികൂടാൻ എത്തിയിരുന്നത്. പഴുതടച്ചുള്ള പോലീസിന്റെ ആ ഒരു ഇത്തരത്തിലുള്ള പരിശോധനയിലാണ് അർജുൻ നായകി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ആരൊക്കെ ഇയാൾക്ക് സഹായം ചെയ്തു, അതോടൊപ്പം പോലീസിൽ നിന്ന്
തന്നെ ഇയാൾക്ക് സഹായം ചെയ്യുന്ന കിട്ടിയിട്ടുണ്ട്, പോലീസിൽ നിന്നും വിവരങ്ങൾ ചോർന്നിട്ടുണ്ടെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരാണ്, അത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും വരും മണിക്കൂറുകൾ അത്തരം കാര്യങ്ങൾ വിവരങ്ങൾ ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം പ്രധാനമായും ഈ കൊച്ചിയിലെ കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ കൂടുതലായും ഈ ചോദ്യം ചെയ്യൽ വേണ്ടി വരുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടരുന്നു. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. യെസ്, ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പ്രാഥമികമായ വിവരം തേടൽ നടത്തിയതിനു ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കി അടുത്ത നടപടിയിലേക്ക് പോവുക. നമ്മളിപ്പോൾ കാണുന്നതാണ് അർജുൻ നായികയെ അറസ്റ്റിലായതിനു ശേഷമുള്ള ദൃശ്യങ്ങൾ. അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതി ഹാജരാക്കുന്നതിന് വേണ്ടി പുറത്തിറക്കും. ചോദ്യം ചെയ്യൽ അതിനുള്ളിൽ പൂർത്തിയാവും. ഇതിനിടയിൽ പോലീസിന് ചോദിച്ചറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എങ്ങനെയായിരുന്നു അർജുൻ നായികയുടെ നീക്കങ്ങൾ, ആരൊക്കെയാണ് സഹായം ചെയ്തത് അടക്കമുള്ള പ്രാഥമിക വിവരങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം പോലീസ് ആയിങ്കയെ പിടികൂടാൻ പലവട്ട ശ്രമങ്ങൾ നടത്തുമ്പോഴും അവിടെ നിന്ന് തെന്നിമാറുന്നത് പോലീസിനുള്ളിൽ നിന്നും ഈ നീക്കങ്ങൾ അപ്പോൾ അർജുൻ ആയിങ്കയ്ക്ക് ലഭിച്ചിരുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ക്രിമിനൽ സംഘത്തിന് ആരാണ് പിന്തുണ നൽകുന്നത് എന്നാണ് ചോദ്യം. ഇവിടെ ADGP P. വിജയൻ്റെ വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ കുറേ സ്പോൺസേഴ്സ് ഇവർക്കൊക്കെ ഉണ്ട്. അത് ആരൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും, ആ നീക്കങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പോലീസിനും ഇതൊരു അഭിമാന പ്രശ്നമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്ലാറ്റിൽ പോലീസ് എത്തുകയും തുടർ നീക്കങ്ങളും ഉണ്ടാകുന്ന ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്ന് വെളുപ്പിനെ ഈ ഫ്ലാറ്റിൽ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഫ്ലാറ്റിലെത്തിയാണ് പോലീസ് സംഘം പിടികൂടുന്നത് അർജുൻ ആയിങ്കയെ എന്നതാണ്. അഭിഭാഷകയുടെ ഫ്ലാറ്റിലെത്തി ഇന്ന് കീഴടങ്ങുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾക്ക് ഒരുങ്ങുന്നതിനിടയിലാണ് ഇന്ന് പോലീസിൻ്റെ പിടികൂടുന്നത്, പോലീസിൻ്റെ നീക്കമുണ്ടാവുന്നത് എന്നതാണ്. അപ്പോൾ കീഴടങ്ങാൻ പോലീസ് അനുവദിച്ചില്ല, കസ്റ്റഡിയിലെടുക്കുക തന്നെയാണ് ചെയ്തത്. അതാണിപ്പോൾ ഉണ്ടാവുന്ന നീക്കം. അർജുൻ ആയിങ്കയ്ക്കെതിരെ ഇനി എന്ത് നടപടി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കം കൂടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത്. ആഭ്യന്തര മന്ത്രിയും പോലീസും അടക്കം ഈ വിഷയത്തിൽ വിശദമായി പ്രതികരിക്കുമെന്നാണ് കരുതുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കൂടി നമുക്ക് ഉടൻ തന്നെ ലഭ്യമാക്കാനാകും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇതിലുണ്ടായിരിക്കുന്നത്. അർജുൻ ആയിങ്കി പിടിയിൽ. ഉടൻ തന്നെ അർജുൻ ആയിങ്കിയെ പുറത്തിറക്കും. ആ ദൃശ്യങ്ങളടക്കം നമുക്ക് എത്തിക്കാം. ആയിങ്കി എന്താണ് ഇനി പ്രതികരണം നടത്തുന്നത്, പിടിയിലാവുമ്പോഴും മുതലപ്പുഴയിൽ കാണാതായവരെ കിട്ടിയോ എന്ന് തുടങ്ങിയ പരിഹാസ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു നീക്കം അർജുൻ ആയിങ്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അർജുൻ ആയിങ്കയ്ക്കെതിരായ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് നീക്കം എന്നതാണ് ഇനി അറിയാം.